വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ച് നിന്ന് സമയം കളയാതെ പെട്ടെന്ന് വാ എന്ന് പറയുന്നു ശാലിനി. അന്നേരം ഞാൻ വരികയാണ്, വെക്കുക ഫോണെന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ വയ്ക്കുന്നു. തുടർന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ആദ്യം അത് സ്റ്റാർട്ടാകുന്നില്ല, പിന്നീട് അത് സ്റ്റാർട്ടാകുന്നുണ്ട്. ഹോ ആശ്വാസം എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് ശാലിനിയും കൂടി കൂട്ടാനായി പോവുകയാണ് വിഷ്ണു. തുടർന്ന് സുസ്മിത ഫോൺ ചെയ്ത് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അവർ പോകുന്ന വഴിയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അന്നേരം ഞാനിവിടെ തന്നെ ഉണ്ട്, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നും ബാലചന്ദ്രൻ അറിയിക്കുന്നു. വിഷ്ണുവേട്ടൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടേയുള്ളൂ, കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ ആ വഴിക്ക് വരും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വേടൻ കെണിവെച്ച് കഴിഞ്ഞു, ഇനി ഇര വീഴേണ്ട താമസമേ ഉള്ളൂ. വെയിറ്റ് ഫോർ ദി ഗുഡ് ന്യൂസ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ശരി ബാലചന്ദ്ര എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സുസ്മിത. ഫോൺ വെച്ച ശേഷം സുസ്മിത കരുതുകയാണ്, IAS അല്ല ശാലിനി, നിന്നെ കണ്ട IA എന്ന് ആൾക്കാർ പറയും, അവിടം വരെ നിന്നെ ഞാൻ എത്തിക്കും. അതേസമയം കുടുംബശ്രീ വീട്ടിൽ ഫയലിലേക്ക് എല്ലാം എടുത്തു വയ്ക്കുകയാണ് ശാലിനി. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഹാൾ ടിക്കറ്റുമായി ശ്യാമ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുമോ? അയ്യോ എൻ്റെ ഹാൾ ടിക്കറ്റ് എന്നും പറഞ്ഞ് അത് പിടിച്ചു വാങ്ങുകയാണ് ശാലിനി. അന്നേരം ആഹാരവുമായി വരുന്ന ശാരദാമ്മ ചോദിക്കുകയാണ്, ഇങ്ങനെ എല്ലാം മറന്നാൽ എങ്ങനെയാണ് മോളെ? പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് ശാലിനി പറയുമ്പോൾ ആഹാരം വാരിക്കൊടുക്കുകയാണ് ശാരദാമ്മ. അന്നേരം എനിക്ക് വിശപ്പില്ല, വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ശാരദാമ്മ നിർബന്ധിക്കുകയാണ്, ഇന്നലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാതെ എങ്ങനെയാണ് പരീക്ഷ എഴുതുക? വീണ്ടും കഴിക്കുമെന്നും പറഞ്ഞ് ശാലിനിക്ക് ആഹാരം വാരി കൊടുക്കുകയാണ് ശാരദാമ്മ. ഇറങ്ങാൻ സമയമായെന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ വരാതെ ചേച്ചി എങ്ങനെയായി പോകുന്നത്? അയ്യോ ഇതെവിടെ പോയി കിടക്കുകയാണ് എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ, വിഷ്ണുമോൻ നിന്നെ സമയത്ത് അവിടെ എത്തിച്ചിരിക്കും. തുടർന്ന് വിഷ്ണു വന്ന് ഹോൺ അടിക്കുകയാണ്. ദാ വരുന്നു എന്നും പറഞ്ഞ് ശാലിനി ഇറങ്ങുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ശാരദമ്മയോട് പറയുകയാണ്, എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നന്ദയുടെ വീട്ടിലൊന്ന് കയറിയിട്ടേ വരൂ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നീ അമ്പലത്തിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. എൻ്റെ പൊന്നമ്മേ ഇല്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ശാലിനി. എന്നിട്ട് പോയിട്ട് വായെന്നും പറഞ്ഞ് ശാരദാമ്മ യാത്ര അയക്കുന്നു. അതേസമയം വീണ്ടും ശാലിനി ഇറങ്ങാത്തതിൽ ഹോൺ അടിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാന്തയും അവിടേക്ക് വരുന്നുണ്ട്. ശാലിനി ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എവിടെയെന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് ശാന്തയെ മാറ്റി നിർത്തി ശാലിനി പറയുകയാണ്, വൈകുന്നേരം ഞാൻ വിളിക്കും, നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, ആരോടും പറയണ്ട. അന്നേരം ശാരദാമ്മയും ശ്യാമയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ശാന്തയെ മാറ്റി നിർത്തി ശാലിനി എന്താണ് പറയുന്നതെന്ന്. തുടർന്ന് ശാരദാമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശാലിനി. എന്നിട്ട് നന്നായി വരുമെന്ന് ശാരദാമ്മ പറയുന്നു. തുടർന്ന് ശാലിനി പറയുകയാണ്, അമ്മ പോയി, ശകുനം നിന്നേ. അന്നേരം ഞാനോന്നും പറഞ്ഞ് മടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനി പറയുകയാണ്, ദേ ഇപ്പോൾ അമ്മയാണ് വൈകിക്കുന്നത്, ഒന്ന് പോയി നിന്നേ. അന്നേരം മടിച്ച് ശകുനം നിൽക്കുകയാണ് ശാരദാമ്മ. തൊഴുതങ്ങനെ ശാരദാമ്മ വഴിയിൽ നിൽക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കയറട്ടെ എന്ന് ചോദിക്കുകയാണ് ശാലിനി. പിന്നെ കയറാതെ കയറങ്ങോട്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വണ്ടിയിൽ കയറി ശാരദാമ്മയും കടന്നു പോവുകയാണ് വിഷ്ണുവും ശാലിനിയും. അവർ പോയ ശേഷം എന്താ ശാന്തെ നിന്നെ മാറ്റി നിർത്തി ഒരു സംസാരമെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം ശാന്ത പറയുകയാണ്, ഒന്നുമില്ല ശാരദാമ്മയെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതാണ്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഒരു തവണ തോറ്റത് കൊണ്ട് അവൾക്കൊരു ഉൾഭയമുണ്ട്, തുടർന്ന് ദൈവങ്ങളെ കാത്തോളണേന്ന് പറയുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനിയും കൊണ്ടുപോകുന്ന വിഷ്ണു അങ്ങനെ സന്തോഷിച്ചിരുന്നങ്ങ് വണ്ടി ഓടിക്കുകയാണ്. പക്ഷേ ശാലിനിയുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, എടോ ടെൻഷൻ ആകാതെ നമ്മൾ സമയത്തങ്ങ് എത്തും. അന്നേരം ശാലിനി പറയുകയാണ്, ടെൻഷൻ അടിക്കാതിരിക്കാൻ ഞാൻ സിംഗപ്പൂർ ടൂറിനൊന്നും പോവുകയല്ല, IAS എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, സിംഗപ്പൂർ പോകുമ്പോഴെങ്കിലും ഇയാളുടെ തിരുമോന്തയൊന്ന് തെളിഞ്ഞു കണ്ടാൽ മതിയായിരുന്നു, ഇവിടെ വേറെ ആരും പരീക്ഷ എഴുതാൻ പോകാത്തതുപോലെയാണ് ഭാവം എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഓടിക്കുകയാണ് വിഷ്ണു. അന്നേരം കളിയാക്കി ശാലിനി പറയുകയാണ്, ഇയാളുടെ നാട്ടുകാരെല്ലാം സിവിൽ സർവീസ് എഴുതിയിട്ടുണ്ടല്ലോ, കുറേ പേര് പാസ്സാവുകയും ചെയ്തു, ഇയാൾക്കാണല്ലോ പിന്നെ IAS ഇന്ത്യൻ അടി സർവീസ്. അത് കേട്ടങ്ങ് ഉറക്കെ ചിരിക്കുകയാണ് വിഷ്ണു. അതെനിക്കിഷ്ടപ്പെട്ടു, ഇന്ത്യൻ അടി സർവീസ് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ഒന്ന് പെട്ടെന്ന് പോകാമോ? അതിനെന്താ, പോകാമല്ലോ, ഇത് റോക്കറ്റ് അല്ലേ, റോക്കറ്റ് എന്ന് പറഞ്ഞ് സ്പീഡ് കൂട്ടുകയാണ് വിഷ്ണു. അന്നേരം വീഴാനൊക്കെ പോകുന്നുണ്ട് ശാലിനി. പെട്ടെന്ന് ഗട്ടറിലൂടെ കയറി ഇറങ്ങുമ്പോൾ ശാലിനി ഒന്ന് പൊങ്ങി താരുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ അതെ ഗട്ടർ എന്ന് പറയുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി വിഷ്ണുവിൻ്റെ തോളിൽ പിടിച്ചിരിക്കുകയാണ്. അന്നേരം അത് ശ്രദ്ധിക്കുന്ന വിഷ്ണു മുമ്പൊരിക്കൽ ശാലിനി ബുള്ളറ്റ് ഓടിച്ചപ്പോൾ താൻ രണ്ട് കൈയും ചേർത്ത് ശാലിനിയുടെ തോളിൽ പിടിച്ചിരുന്നത് ഓർക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖം കണ്ണാടിയിലൂടെ ശ്രദ്ധിക്കുന്ന ശാലിനി പറയുകയാണ്, അതെ ഞാൻ കൈ ഇവിടെ വച്ചു എന്ന് കരുതി മനസ്സിൽ ലഡു ഒന്നും പൊട്ടണ്ട.
വേറൊന്നും ആലോചിക്കാതെ വേഗം വണ്ടി വിട്, എക്സാമിന് ലേറ്റാകും. അതെ, പോവുകയാണ് എന്നും പറഞ്ഞ് വണ്ടി ഓടിക്കുകയാണ് വിഷ്ണു. ശാലിനി കുറച്ചുകൂടി തൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കാൻ വേണ്ടി കൂടെ ബ്രേക്ക് പിടിക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, ഗട്ടർ ആയിരിക്കും അല്ലേ? അതെ ഗട്ടർ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, ഇനിയും ഇങ്ങനെ ഗട്ടർ വന്നാലേ ഞാൻ ഇറങ്ങി നടന്നങ്ങ് പോകും. അയ്യോ വേണ്ട പോകാമെന്ന് പറയുകയാണ് വിഷ്ണു. തുടർന്ന് വണ്ടിയിലിരിക്കുന്ന ശാലിനിയെ പ്രീതി ഫോൺ ചെയ്യുന്നുണ്ട്. ഇല്ല, പോകുന്നേ ഉള്ളൂ. കൺഗ്രാറ്റ്സ് പറയുമ്പോൾ താങ്ക്സ് പ്രീതി എന്നൊക്കെ പറയുകയാണ് ശാലിനി. തുടർന്ന് വിഷ്ണു പ്രീതി ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇയാൾ കേട്ടതല്ലേ, എന്തിനാ വിളിച്ചതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒരു കൺഗ്രാറ്റ്സ് പറയാനാണ്, ഫസ്റ്റ് റാങ്കിൽ പാസ്സാകണമെന്നും പറഞ്ഞു. പോകുന്നത് ഈ കാളവണ്ടിയിലല്ലേ, എപ്പോഴെത്താനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി. ഇത് റോക്കറ്റാണ്, എന്നെ ഒരിക്കലും വഴിയിൽ കിടത്തിയിട്ടില്ല ഇവൻ എന്നൊക്കെ പറയുകയാണ് വിഷ്ണു ബുള്ളറ്റിനെ പറ്റി. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, ഇയാൾക്കുണ്ടായിരുന്നല്ലോ ഒരു ഉടമ്പല്ലി സ്കൂട്ടർ, അതെങ്ങനെയാ, ഇരുമ്പ് വിലയ്ക്ക് വിറ്റോ അതോ ഇപ്പോഴും ഉണ്ടോ? എന്തായിരുന്നു പോക്ക് അതിൽ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ സ്കൂട്ടറിനെ കളിയാക്കുകയാണ് വിഷ്ണു. അന്നേരം പിണങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട് ശാലിനി. അതേസമയം അവർ വരുന്ന ഒരു ഇട റോഡിലേക്ക് കുറേ ആണി വിതറിയ ശേഷം അവിടെ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. തുടർന്ന് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നിൽക്കുമ്പോൾ അതുവഴി വരുന്നുണ്ട് വിഷ്ണുവും ശാലിനിയും. തുടർന്ന് ആണിയിലൂടെ കയറി ഇറങ്ങി പോവുകയാണ് ബുള്ളറ്റ്. തുടർന്ന് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ വിഷ്ണു വണ്ടി നിർത്തുകയാണ്. അന്നേരം എസ് എന്നും പറഞ്ഞ് പിടിച്ച് ആഘോഷിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, അതെ ഒന്ന് ഇറങ്ങിക്കേ. അന്നേരം ശാലിനി പറയാണ്, ഇറങ്ങാനോ, നമുക്ക് പോകണം, സമയമില്ല. അന്നേരം വിഷ്ണു പറയുകയാണ്, പോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാനാണ് ഇറങ്ങാൻ പറഞ്ഞത്. വണ്ടി ടയറൊക്കെ പിടിച്ചു നോക്കിയിട്ട് പഞ്ചറാണെന്ന് വിഷ്ണു പറയുന്നു. പഞ്ചറോ, സ്റ്റെപ്പിനി ഇല്ലേ? അന്നേരം വിഷ്ണു പറയുകയാണ്, സ്റ്റെപ്പിനിയും ലൈഫ് ഗാർഡും ഒക്കെ ഉണ്ട്. എടോ, ഇത് സ്കൂട്ടറാണ്, കാറൊന്നുമല്ല. അന്നേരം ദേഷ്യത്തോടെ ഫയൽ ബുള്ളറ്റിലേക്ക് വെച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാളല്ലേ പറഞ്ഞത് ഇത് റോക്കറ്റാണ്, വഴിയിൽ കിടത്തിയിട്ടില്ല എന്നൊക്കെ? അന്നേരം വിഷ്ണുവിനെ വഴക്ക് പറയുകയാണ് ശാലിനി. എൻ്റെ ആദ്യത്തെ പരീക്ഷ കുളമാക്കിയത് തന്നെ ഇയാളാണ്. ഇയാളെ കൂടെ വന്ന എന്നെ വേണം പറയാൻ. പരീക്ഷയ്ക്ക് സമയമായി, ഇനി ഞാൻ എങ്ങനെ എത്തും എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുകയാണ് ശാലിനി. അവളുടെ ഒരു കളക്ടർ എന്നൊക്കെ മറഞ്ഞു നിൽക്കുന്ന ബാലചന്ദ്രൻ കരുതുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, എടോ, ഇയാളിങ്ങനെ ടെൻഷനാകാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അന്നേരം ഈ മൂന്നാം മുഹൂർത്തത്തിൽ എന്താണ് ഒരു വഴി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാലിനി. എടോ, ഇവിടെ അടുത്തെവിടെയെങ്കിലും പഞ്ചർ കടയുണ്ടാവും, 2 മിനിറ്റ് കൊണ്ട് പഞ്ചർ ഒട്ടിക്കാം, താ വാ എന്നും പറഞ്ഞ് ശാലിനിയും കൊണ്ട് ബുള്ളറ്റും തള്ളി പോവുകയാണ് വിഷ്ണു. അന്നേരം ഒളിഞ്ഞിരുന്ന ബാലചന്ദ്രൻ റോഡിലേക്ക് ചാടിയിട്ട് പറയുകയാണ്, അങ്ങോട്ട് ചെല്ല്, നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്നു അവിടെ പഞ്ചർ കട. ഈശ്വര, എൻ്റെ പരീക്ഷ സമയം കഴിഞ്ഞു കാണും, ഇയാളിങ്ങനെ വലിയ തള്ളുന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ശാലിനി പറയുന്നു. അന്നേരം വിഷ്ണു പതിയെ പറയുകയാണ്, പഞ്ചറായാൽ പിന്നെ തള്ളണ്ടേ? അന്നേരം പുച്ഛിച്ച് വീണ്ടും ശാലിനി പറയുകയാണ്, പഞ്ചറാകുന്നതിന് മുമ്പ് വലിയ തള്ളലായിരുന്നല്ലോ. എന്നെ ഒരിക്കലും വഴിയിൽ കിടത്തിയിട്ടില്ല. റോക്കറ്റ് എന്തൊക്കെയായിരുന്നു, റോക്കറ്റിൻ്റെ കാറ്റ് പോയി എന്നും പറഞ്ഞ് ടയറിലേക്കൊക്കെ ചവിട്ടുന്നുണ്ട് ശാലിനി. എന്നാര് പറഞ്ഞു? ഇതെന്നെ എത്ര പ്രാവശ്യം വഴിയിൽ കിടത്തിയിട്ടുണ്ടെന്നറിയാമോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പന്ന വണ്ടി എന്നിട്ടാണോ എന്നെയും കൂട്ടി ഇയാൾ ഇതിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് ബുള്ളറ്റിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിനി. അന്നേരം സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഒരാൾ അതുവഴി വരുന്നുണ്ട്. വണ്ടി നിർത്തുമോ ചേട്ടാന്ന് ചോദിക്കുകയാണ് അയാളോട് വിഷ്ണു. അന്നേരം വണ്ടി നിർത്തി എന്താണെന്ന് അയാൾ തിരക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ദേ ഈ നിൽക്കുന്ന ആൾ ആരാണെന്ന് അറിയാമോ? ഇത് കളക്ടറാണ്. അന്നേരം ഈ ചെറിയ കൊച്ചോ എന്ന് ചോദിക്കുകയാണ് അയാൾ. അന്നേരം പറയുകയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല ചേട്ടാ, ഈ തല നിറച്ച് ബുദ്ധിയല്ലേ. നമ്മളെ വരുന്ന വഴിക്ക് നമ്മുടെ ഈ പൈലറ്റ് ഒന്ന് കേടായി, ഈ സൈക്കിൾ ഒന്ന് തരാമോ? അതെന്തിനാന്ന് ചോദിക്കുകയാണ് അയാൾ. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, നമുക്ക് പെട്ടെന്ന് കളക്ടറേറ്റിലെത്തണം, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഈ സൈക്കിൾ മതിയോ എന്ന് അയാൾ തിരക്കുന്നുണ്ട്. മതി, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പണയമായിട്ട് ദേ ചേട്ടന് ബുള്ളറ്റ് വെച്ചോ എന്ന് പറയുന്നു. അന്നേരം അയാൾ സമ്മതിച്ചിട്ട് പറയുകയാണ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ 3.5 സെൻറ്റ് ഭൂമി ജപ്തിയായിട്ട് കിടക്കുകയാണ്, അതൊന്ന് ഒഴിവാക്കി തരണം. വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ കേട്ട് ആകെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, ഒഴിവാക്കി തരാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ കുറച്ച് സാവകാശം തരാം, തവണയായിട്ട് അടച്ചു തീർത്താൽ മതി. അന്നേരം ആശ്വസിച്ച് അയാൾ പറയുകയാണ്, ശരി, സാറ് കളക്ടറോടൊന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയായാലും മതി. എന്നാൽ ശരി, ഞാൻ ഈ വാഹനമൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് സൈക്കിൾ തിരിച്ചു വെച്ചിട്ട് ശാലിനിയെ നോക്കി വിഷ്ണു പറയുകയാണ്, എന്നാൽ കളക്ടറമ്മ വന്ന് കയറിയാട്ടെ, നാണം കെടാനായിട്ട് മനുഷ്യൻ്റെ തൊലി ഉരിച്ചു എന്നൊക്കെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് പുറകിൽ നിൽക്കുകയാണ് ബാലചന്ദ്രനും. പിന്നീട് വിഷ്ണു പറയുകയാണ്, തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല, ഇന്നല്ലെങ്കിൽ നാളെ കളക്ടർ ആവില്ലേ ഇയാൾ,
പരീക്ഷ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, പെട്ടെന്ന് കയറിക്കോ. അന്നേരം സൈക്കിൾ നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇതിൽ ഞാൻ എവിടെയാണ് കയറേണ്ടത്? അന്നേരം വിഷ്ണു പറയാണ്, ദേ മുമ്പിൽ ധാരാളം സ്ഥലം കിടക്കുകയല്ലേ, കയറിക്കോ ഇങ്ങോട്ട്. വീണ്ടും മടിച്ചു നിൽക്കുകയാണ് ശാലിനി. വീണ്ടും വിഷ്ണു പറയുന്നുണ്ട്, ദേ കയറുന്നുണ്ടോ ഇല്ലയോ, പരീക്ഷയ്ക്ക് എത്തണ്ടേ. അന്നേരം ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് സൈക്കിളിനടുത്തേക്ക് വരികയാണ് ശാലിനി. പിന്നീട് മടിച്ച് ഫ്രണ്ടിലേക്ക് കയറുകയാണ് ശാലിനി. തുടർന്ന് വിഷ്ണു ചേർന്നിരുന്നിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം സമ്മതിക്കുകയാണ് ശാലിനി. നാശം എന്ന് പുറകിൽ നിൽക്കുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് അവരവിടെ നിന്നും പോവുകയാണ്. അന്നേരം സൈക്കിൾ കൊടുത്ത ആൾ കരുതുകയാണ്, സൈക്കിൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കി കിട്ടുമല്ലോ, ഭാഗ്യം. തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കാറിനകത്തേക്ക് കയറിയിരിക്കുന്ന ബാലചന്ദ്രനെ ഫോൺ ചെയ്ത് എന്തായി ബാലചന്ദ്ര എന്ന് സുസ്മിത തിരക്കുന്നുണ്ട്. ആ പണി പാളി സുസ്മിതയെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അതെങ്ങനെയെന്ന് സുസ്മിത തിരക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കിയതാണ്. പക്ഷേ അവരൊരു സൈക്കിൾ എടുത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി. അപ്പോൾ അവൾ ആ പരീക്ഷ എഴുതും അല്ലേ എന്ന് സുസ്മിത തിരക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്നില്ല സുസ്മിതയെ. എന്തു വില കൊടുത്തും അവളെ പരീക്ഷ എഴുതിക്കരുത്. ഇതുവരെ നമ്മൾ വളയ്ക്കാനല്ലേ നോക്കിയത്, ഇനി ഒടിക്കണം എന്ന് പറയുന്നു സുസ്മിത. അന്നേരം സുസ്മിത എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് തൻ്റെ ഐഡിയ ബാലചന്ദ്രനോട് പറയുകയാണ് സുസ്മിത. അതേസമയം സൈക്കിളിൽ ശാലിനിയും കൊണ്ട് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് വിഷ്ണു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.